വൈദ്യുതി പ്രതിസന്ധിക്ക് കാരണമായത് അപ്രതീക്ഷിതമായി ഉണ്ടായ ഇൻഡക്ഷൻ കുക്കറുകളുടെ അമിത ഉപയോഗമാകാമെന്ന് വ്യാപാരികൾ. ഇറാൻ യുദ്ധം മൂലം പാചകവാതക ക്ഷാമത്തെ തുടർന്ന് ഇൻഡക്ഷൻ കുക്കർ വിൽപ്പന ഗണ്യമായി കൂടിയതായി നന്ദലത് ജിമാർട്ടിലെ ഫ്ലോർ മാനേജർ ഹരികൃഷ്ണൻ ന്യൂസ് 18നോട് പറഞ്ഞു. പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ സാഹചര്യത്തിൽ പാചകവാതക ലഭ്യത കുറഞ്ഞത് ഇൻഡക്ഷൻ കുക്കറുകളുടെ വിൽപ്പന കൂടുതലാക്കിയിട്ടുണ്ട് എന്നുള്ള കണക്കുകളാണ് പുറത്തു വരുന്നത്. പ്രത്യേകിച്ചും ഈ ഫെബ്രുവരി മുതൽ വരെയുള്ള കണക്കനുസരിച്ചിട്ട് 12 ലക്ഷം ഇൻഡക്ഷൻ കുക്കറുകളാണ് വിപണിയിൽ നിന്ന് വിറ്റുപോയിട്ടുള്ളത്. അതേസമയം ഈ ഒരൊറ്റ മാസം കൊണ്ട് വിപണിയിൽ വിൽപ്പന നടന്നത് 12 ലക്ഷം. അതായത് ഈ പറയുന്ന കണക്ക് അത്രയും തന്നെ, അതായത് ഈ ഫെബ്രുവരി വരെയുള്ള കണക്കനുസരിച്ച് അത്രയും തന്നെ ഒരു ഒറ്റ മാസം കൊണ്ട് വിറ്റുപോയി എന്നുള്ളതാണ് കണക്കുകൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇൻഡക്ഷൻ കുക്കറിൻ്റെ ഉപയോഗമാണ് സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി ഉണ്ടാക്കിയത് എന്നുള്ള ആരോപണവുമായിട്ടാണ് ചില സംഘടനകൾ രംഗത്തെത്തിയിരിക്കുന്നത്. അത്തരം ആരോപണങ്ങൾ ശരിയാണോ? ഇൻഡക്ഷൻ കുക്കറുകൾ ഗ്യാസിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ ഗ്യാസിൻ്റെ ലഭ്യത കുറഞ്ഞ ഒരു കാലഘട്ടത്തിൽ ഒരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ടും ഒരു ബാക്കപ്പായിട്ടും ഇൻഡക്ഷൻ കുക്കറുകൾ പെട്ടെന്ന് വാങ്ങിച്ച ആളുകളുണ്ട്. അതേസമയം തന്നെ ഗ്യാസ് ലഭ്യത, അതായത് ദീർഘനാളായിട്ട് 30 ദിവസം 45 ദിവസം എന്നുള്ളൊരു കണക്കിലേക്ക് ഗ്യാസിൻ്റെ ലഭ്യത കൂടുമ്പോൾ അതിന് അവൈലബിലിറ്റിയുടെ സാധ്യത അത്രയും ദിവസങ്ങൾക്കിടയിലേക്ക് മാറുമ്പോൾ അതിനുള്ള ഒരു പ്രതിസന്ധി തരണം ചെയ്യാൻ വേണ്ടി ഇൻഡക്ഷൻ കുക്കറുകൾ വാങ്ങി വെച്ചിരിക്കുന്ന ആളുകളുമുണ്ട്. മുഴുവൻ ആളുകളും ഇൻഡക്ഷൻ കുക്കറിനെ ആശ്രയിച്ചല്ല പാചകം നടത്തുന്നത് എന്നുള്ള കാര്യം കൂടി ഈ കൂട്ടത്തിൽ കണക്ക് കൂട്ടേണ്ടതില്ലേ എന്നുള്ള ചോദ്യവും ബാക്കിയാവുകയാണ്. പ്രത്യേകിച്ചും നമ്മൾ കൊച്ചിയിലെ ഷോപ്പുകളിൽ നിന്നും ഇൻഡക്ഷൻ കുക്കറുകളുടെ വിൽപ്പന ഗണ്യമായി കൂടിയിട്ടുണ്ടെന്ന് അവർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇൻഡക്ഷൻ കുക്കറിൻ്റെ മാത്രം ഉപയോഗമാണ് സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി ഉണ്ടാക്കുന്നത് എന്നുള്ളൊരു ആരോപണത്തിലേക്ക് വരുന്നതെന്ന് മനസ്സിലാക്കുന്നതാണ്. എന്നിരുന്നാലും കണക്കുകൾ മുന്നോട്ട് വയ്ക്കുന്നതനുസരിച്ചിട്ട് നമ്മുടെ ഡാമിലെ ജലസംഭരണത്തിൻ്റെ കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ജനുവരി മുതൽ മാർച്ച് വരെയുള്ള ജലവൈദ്യുത നിർമ്മാണം എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ള ഒരു ചോദ്യം ബാക്കിയാവുകയാണ്. പ്രത്യേകിച്ചും ഈ ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കാലഘട്ടത്തിൽ പുറത്തുനിന്നും വൈദ്യുതി വാങ്ങുകയും ആ കാലഘട്ടത്തിൽ വൈദ്യുതിക്ക് പുറത്തുനിന്നും വാങ്ങുന്ന വൈദ്യുതിക്ക് വില കുറവാണ്. അതേസമയം ഏപ്രിൽ മെയ് മാസങ്ങളിൽ അതങ്ങനെയല്ല, വില വളരെ കൂടുന്നൊരു സാഹചര്യമുണ്ട്. ആ കാലഘട്ടത്തിൽ ജലവൈദ്യുതി ഉപയോഗിക്കുകയും അതേസമയം ഏപ്രിൽ മെയ് മാസത്തിൽ ജലവൈദ്യുതി ഉപയോഗിക്കാതെ ഈ ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കാലഘട്ടത്തിൽ ജലവൈദ്യുതി ഉപയോഗിക്കുകയും നിർമ്മിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് പോയില്ലേ എന്നുള്ള ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ്. ഇടുക്കി ഉൾപ്പെടെയുള്ള വലിയ ജലസംഭരണികളിൽ ജലം നിറയുണ്ട്. അതായത് മുൻ വർഷത്തേക്കാൾ 3 ഇരട്ടിയിലധികം മെഗാ യൂണിറ്റ് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാനുള്ള സംഭരണ ശേഷിയുള്ള ജലസംഭരണികളാണ് നമുക്കുള്ളത്. ചെറിയ ഡാമുകളിൽ മാത്രമാണ് പിന്നീടും ജലം വന്നു നിറയുന്ന ഒരു സാഹചര്യമുള്ളത്. ഇടുക്കി പോലത്തെ വലിയ സംഭരണികളിൽ വെള്ളം ആവശ്യത്തിലധികമുണ്ട്. അത് ഉപയോഗപ്പെടുത്താത്ത ഒരു സാഹചര്യം കൂടി ചോദ്യചിഹ്നമാവുന്നുണ്ട്. ഇൻഡക്ഷൻ കുക്കർ, അതുപോലെ എയർ ഫ്രയർ, ഗ്രിൽ ഓവൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പാചകത്തിന് വ്യാപകമായി ഉപയോഗിച്ച് വരുന്ന ഒരു അവസ്ഥ എന്തായാലും ഉണ്ട്, നിലവിലുണ്ട്. പക്ഷേ അത് ഒരു വലിയ കാരണമല്ല. അതുപോലെ വൈദ്യുതി മന്ത്രി പറഞ്ഞതനുസരിച്ച് ഇലക്ട്രിക് വാഹനങ്ങളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. ഇതൊക്കെ ഉപയോഗം കൂട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിരുന്നെങ്കിലും പക്ഷേ അത് മാത്രമാണോ കേരളം നേരിടുന്ന പ്രതിസന്ധി? അപ്രഖ്യാപിത ലോഡ് ഷെഡിങ് വന്നതുകൂടി വലിയ പ്രതിസന്ധിയിലേക്കും വലിയ പ്രതികരണങ്ങളിലേക്കും പ്രതിഷേധങ്ങളിലേക്കും ഒക്കെ നയിച്ചിട്ടുണ്ട്. പ്രഖ്യാപിത ലോഡ് ഷെഡിങ് എന്ന് പറയുമ്പോൾ 6 മുതൽ 12 വരെയുള്ള സമയത്ത് ഏത് സമയത്താണ് കൃത്യമായി ലോഡ് ഷെഡിങ് അല്ലെങ്കിൽ കറണ്ട് കട്ട് ചെയ്യുക എന്ന് പറയാതിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അത് തന്നെ അപ്രായോഗികമാണ് എന്ന് KCB തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുമ്പോൾ ഈ പ്രതിസന്ധിക്ക് എന്തെങ്കിലും പരിഹാരം കണ്ടെത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഇപ്പോഴും ബാക്കിയാകുന്നത്. ആളുകൾ പാചകവാതകം പങ്കുവച്ചു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.